ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇന്ന് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു നെക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് ഞാൻ ഹക്കോബ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അധികമൊന്നും വേണ്ട കേട്ടോ, നെക്കിലേക്ക് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആദ്യമേ തന്നെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ട് യോക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നെക്കിൻ്റെ വീതി ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തു. ഇനി ഞാനിവിടെ നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വി നെക്കല്ല കൊടുക്കുന്നത്, വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു പീസ് ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി. അപ്പോൾ മടക്ക് വശം പറയുന്നത് ഈ ഒരു സൈഡിലാണ്, ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളുടെ ഈ ഒരു യോക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പീസ് ക്ലോത്ത് ഈ ഒരു മെറ്റീരിയലിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഷേപ്പ് തന്നെ ഇപ്പം ഈ ഒരു ലൈനിങ് മെറ്റീരിയലും നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതങ്ങ് ജസ്റ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ ഈ ഒരു മെറ്റീരിയലിലും അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാൻ നമ്മൾ കട്ട് ചെയ്ത പീസ്. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്കിൻ്റെ വീതിയും ഞാൻ 3.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിന് റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. എങ്ങനെയാണോ ഈ ഒരു ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പീസ് ക്ലോത്ത് ഞാൻ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് കളർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഹക്കോബ മെറ്റീരിയലിന് വെച്ച് കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ക്ലോത്ത് മതി. ഞാൻ അതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി. അപ്പോൾ ഈ ഒരു സൈഡ് വരുന്നത് ഇതുപോലെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ മുകൾ വശം മടക്കാണ് കേട്ടോ വരുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാനൊരു 1/4 ഇഞ്ചിൽ അവിടെയും കുറച്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് 1/2 ഇഞ്ചും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്ത യോക്ക് പോർഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത യോക്ക് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആദ്യം വരച്ച ലൈനില്ലേ അതിനോട് ചേർത്തി വേണം കേട്ടോ ഈ ഒരു ഫോൾഡിങ് വരാനായിട്ട്. അതുപോലെ തന്നെ മുകൾ വശം ആ ഒരു ലൈനിൻ്റെ താഴെ വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം ഈ ഒരു ലൈനിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിലായിട്ട് ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലൈനിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാനൊരു 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുകൾ വശത്ത് 3 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു മുകൾ വശത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ വീണ്ടും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മുകൾ വശത്ത് 3 ഇഞ്ച്, ഇങ്ങോട്ട് വന്നപ്പോൾ 3.25 ഇഞ്ച്, വീണ്ടും 3.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. അടിയിലേക്ക് എത്താറായപ്പോൾ ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുകൾ വശത്ത് 3 ഇഞ്ച്, ഒരു നടുക്കായപ്പോൾ 3.25 ഇഞ്ച്, അടിവശത്തിപ്പോൾ 3.5 ഇഞ്ച്. ഇനി നമുക്കതങ്ങ് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 പോയിന്റും കണക്ട് ചെയ്ത് ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലും തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് നീട്ടി വരയ്ക്കാം. ഒരു 1/2 ഇഞ്ച് ഈ ഒരു സൈഡിലും ഇതിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ ഒരു സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകൾ വശം മുകളിൽ നിന്നേ കട്ട് ചെയ്ത് വരണം. ഈ 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്നതാണ്. അത് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ നിൽക്കുകയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഈ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഇവിടെ മാത്രമാണല്ലോ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്, ഇവിടെയൊന്നും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തില്ലല്ലോ എന്ന്. നമ്മൾ തയ്യൽ തുമ്പോട് കൂടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ 3 ഇഞ്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗം മടക്കാണ് വരണേ, അതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുകൾ വശത്ത് 4 ഇഞ്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് സെയിം ഈ ഷേപ്പ് തന്നെ ഹക്കോബ മെറ്റീരിയലിലും അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തത്. വൈറ്റിലാകുമ്പോൾ കാണില്ല. ഇനി അടുത്തതായിട്ട് ഹക്കോബ മെറ്റീരിയലിൽ സെയിം ഇതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതേ ഹക്കോബ മെറ്റീരിയൽ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ചേർത്ത് വയ്ക്കാം. നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഈ സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വരയ്ക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അപ്പം ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം ഞാൻ വരച്ചേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ചെരിച്ചൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് വേണം ഇതുപോലെ കട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചുറ്റും കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം ഈ ഒരു കോർണറൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ എക്സ്ട്രാ നിൽക്കുന്നത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ചെരിച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ബാക്കോട്ട് മറിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് ബാക്കോട്ട് മറിച്ചെടുത്താൽ മതി. ഈ ഒരു കോർണറൊക്കെ എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് പോയിന്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്കൊന്ന് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് രണ്ടും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ രണ്ട് പീസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഫ്രണ്ട് യോക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു നെക്ക് പാറ്റേൺ കറക്റ്റായിട്ട് ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് പീസിനെ മുട്ടുസൂചി വെച്ച് അങ്ങ് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻറ്ററും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടുസൂചി വെച്ച് പിൻ ചെയ്യുക. അതിനുശേഷം കറക്റ്റ് ഈ ഒരു നെക്കിനോട് ചേർന്ന് ഈ രണ്ട് പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ രണ്ട് പീസും നമ്മൾ യോക്ക് പോർഷനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് പോർഷനിൽ ലൈനിങ്ങിന് പകരം ഹക്കോബയിൽ തന്നെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം കട്ട് ചെയ്ത പീസില്ലേ, അത് കറക്റ്റ് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഈ ഒരു നെക്ക് അങ്ങ് ഫിനിഷ് ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ചുറ്റും കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുറ്റിനും കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ബാക്കോട്ട് അങ്ങ് മറച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കോട്ട് അങ്ങ് മറച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കോട്ട് മറച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്കൂടെ ഒന്ന് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് നെക്കിൽ പീറ്റർ പാൻ കോളറൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നമുക്കൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിൽ ഇതുപോലെയാണ് വരിക. ഇതങ്ങ് ഹെം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ അരികു വെച്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല, ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് ഇതിനെ ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അടിയിലേക്കുള്ള പ്ലീറ്റ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു നെക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു യോക്ക് പോർഷനിലേക്ക് ഈ ഒരു പ്ലീറ്റ്സിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് വളരെ സിമ്പിളാണ്. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അറ്റം വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക.
നമുക്ക് ഇതുപോലെ കൈകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇട്ട് കൊടുത്ത് യോക്ക് പോർഷനുമായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അറ്റം വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇട്ട് കൊടുക്കുക. അപ്പം ഇതെങ്ങനെയാണ് ബോഡി പോർഷനായിട്ട് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു യോക്ക് പോർഷൻ നല്ല വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് പ്ലീറ്റ്സിന്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കുക. അപ്പൊ രണ്ടിന്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു വന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ബോഡി പോർഷനുമായിട്ട് ഇതങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകളിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണോ ചെയ്തെടുത്തത് സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. അപ്പൊ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് യോക്ക് പോർഷനുമായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട് യോക്ക് പോർഷനുമായിട്ട് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സൈഡ് ഷേപ്പ് ചെയ്യുക. ഏറ്റവും ഫൈനലായിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്കാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇതിൽ കാണിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു നെക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.